വലിയ വൈദ്യുതി ക്ഷാമമാണ് സംസ്ഥാനം നേരിടുന്നത്. വേനലായതുകൊണ്ട് തന്നെ അത് വലിയ രൂക്ഷതയിലേക്ക് മാറുകയാണ്. UDFിൻ്റെ കാലത്തെ ഇരുണ്ട യുഗം, ഇതിനെക്കുറിച്ചൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ LDF തുടരെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. പക്ഷേ LDF ഭരണകാലത്ത് ലഭിച്ചൊരു വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ആ കാലത്ത് ധാരാളം മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ്. UDFിൻ്റെ സമയത്ത് അത്രത്തോളം മഴയുണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള ലോഡ് ഷെഡിങ്ങുകളൊക്കെ സംസ്ഥാനം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി മെയ് 4 തീയതിക്ക് ശേഷം എന്താകും അവസ്ഥ എന്നുള്ളത് വലിയ ആശങ്കയിൽ ആവുകയാണ്. ഈ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാനായിട്ട് എന്താണ് സംസ്ഥാനം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ നേരിടുന്ന വെല്ലുവിളി? കടുത്ത വൈദ്യുതക്ഷാമം കേരളത്തെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വൈദ്യുതി മേഖലയിലുള്ളവരൊക്കെ അഭിപ്രായപ്പെടുന്നത്. വലിയ വിലയ്ക്ക് തൽക്കാലത്തേക്ക് ഷോർട്ട് ടേം കോൺട്രാക്റ്റിൽ കേരളം വൈദ്യുതി വാങ്ങാനായിട്ടുള്ള അനുമതി കേരളത്തിന് KSEBക്ക് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി നൽകിയിരിക്കുകയാണ്. ഇത് ഇന്ത്യ എനർജി എക്സ്ചേഞ്ചിൽ നിന്നും ആണിത് വാങ്ങുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം, കേരളത്തിൻ്റെ ആവശ്യത്തിനുള്ള മൊത്തം ഉപഭോഗത്തിൻ്റെ ഏതാണ്ട് 65-70% വൈദ്യുതി കേരളം പുറത്തു നിന്ന് വാങ്ങിക്കുകയാണ്. ലജ്ജാകരമായ സ്ഥിതിവിശേഷമല്ലേ? ഇതൊരു പോളിസി തലത്തിലുള്ള ഒരു പ്രതിസന്ധിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് പ്രായോഗികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനമല്ല, മറിച്ച് നമ്മുടെ ഒരു പോളിസിയുണ്ട്, സർക്കാരിൻ്റെ വികസന പോളിസികൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സൃഷ്ടിയാണത്. കേരളത്തിൻ്റെ ആവശ്യത്തിനുള്ള അരി ഉൽപ്പാദനം എടുത്തു നോക്കുക. അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ആവശ്യത്തിനുള്ള അരിയിൽ 80% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. 80 അല്ല, ഇപ്പോൾ 80 കൂടുതലായിരിക്കും. അപ്പോൾ അതാരെങ്കിലും ചോദിച്ചാൽ ഒരു മറുപടിയുണ്ട് കേരളത്തിലെ ഇടത് ബുദ്ധിജീവികൾക്ക്. കേരളത്തിൻ്റെ ആവശ്യത്തിന് പണമുണ്ട്, പിന്നെന്തിനാണ് നമ്മൾ അത്ര ആദായകരമല്ലാത്ത കൃഷി ചെയ്യുന്നത്? തമിഴ്നാട്ടിലെ കർണാടകത്തിലെയൊക്കെ ആൾക്കാർ രാപകല അധ്വാനിച്ച് കൃഷി ചെയ്യട്ടെ, നമ്മൾ അവർക്ക് കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിച്ചോട്ടെ, അതൊക്കെ മോശപ്പെട്ട പണിയാണ്, നമ്മളൊന്നും ചെയ്യണ്ട. അതൊരു മറുപടി. ഈ അടുത്ത സമയം കേരളത്തിൽ ഉൽപ്പാദനം എന്ന് പറയുന്നത് വൈദ്യുതി മാത്രമല്ല, ഒന്നും ഉൽപ്പാദനമില്ല. ഈ അടുത്ത സമയത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവായ മുൻ മന്ത്രിയും CPI നേതാവുമായ C. ദിവാകരൻ പറഞ്ഞ് കേരളത്തിലൊരു മണ്ണും ചുണ്ണാമ്പും ഉണ്ടാക്കുന്നില്ല, കേരളത്തിന് മാനുഫാക്ചറിങ് ബേസ് ഇല്ല എന്ന്. ഈ വൈദ്യുതി ഇല്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് വീട്ടിൽ രാത്രിയിൽ പവർ കട്ടോ അല്ലെങ്കിൽ ലോഡ് ഷെഡിങ്ങോ അതൊക്കെ മാത്രമാണ്. വൈദ്യുതി ഇല്ല എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തൊരു അർത്ഥമുണ്ട് വൈദ്യുതി ക്ഷാമത്തിന്. എന്താ അത്? വ്യവസായങ്ങൾക്ക് ആവശ്യം ഇവിടെ പ്രവർത്തിക്കത്തില്ല എന്നാണ്. വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട സാധനം എന്താണ്? മുടക്കമില്ലാതെ വൈദ്യുതി കൊടുക്കുക എന്നുള്ളതാണ്. വ്യവസായം ഒരു സംസ്ഥാനത്തിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ പ്രാഥമിക മുടക്കമില്ലാതെ അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഓഫ് പവർ ആൻഡ് വാട്ടർ. കേരളത്തിൽ പവർ ഇല്ല. അപ്പോൾ വൈദ്യുതി ഇല്ല എന്നുള്ളത് സമ്പദ്ഘടനയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ പുതിയ ഒരു വൈദ്യുതി ഉൽപാദന കേന്ദ്രവും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ വൈദ്യുതി മുഖ്യമായിട്ടും ജലവൈദ്യുതിയാണ്, ജലവൈദ്യുതി പദ്ധതികളാണ്. ഇടുക്കി പദ്ധതി, ശബരിഗിരി, ഈ 2 എണ്ണം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുടെ ഒരു 80% ഈ 2 പദ്ധതികളിലൂടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു സംസ്ഥാനത്ത് ഈ പരമാവധി ജല സോഴ്സുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു അതിരപ്പള്ളിയിലൊരു ജലവൈദ്യുതി പദ്ധതി സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു. പരിസ്ഥിതിയുടെ നാശം ഉണ്ടാകുമെന്നുള്ള ഒരു പഠനത്തിനെ തുടർന്ന് അത് മാറ്റിവെച്ചു. പണ്ട് ഇതുപോലെ തന്നെ നമ്മൾ സൈലന്റ് വാലിയിൽ ഡാം പണിയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട അന്ന് സിംഹവാലൻ കുരങ്ങ് വംശനാശം സംഭവിച്ചു പോകും എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് ആ പദ്ധതി അന്ന് ഉപേക്ഷിച്ചത്. അതൊക്കെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം വൈദ്യുതി ഉൽപാദനത്തിനുള്ള മാർഗവും കണ്ടെത്തണം. ഇപ്പൊ ജലവൈദ്യുതി പദ്ധതികളാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. കേരളത്തിൽ വൈദ്യുതി ഇല്ല എന്ന് പറയും. ആലപ്പുഴ ജില്ലയിലെ
ആറാട്ടുപുഴ പഞ്ചായത്തിൽ രാജീവ് ഗാന്ധി സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ, അതായത് കായംകുളം താപവൈദ്യുതി നിലയം എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു നിലയം വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിഭാവന ചെയ്തു. ആദ്യം 3500 മെഗാവാട്ട്, പിന്നെ അത് സൂപ്പർ തെർമൽ പവർ സ്റ്റേഷനായിട്ട് 5000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിന് അങ്ങനെ ഒരു സ്റ്റേഷൻ 5000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ ഇപ്പോൾ യാതൊരു പ്രതിസന്ധി ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ അവിടെ പിന്നീട് അത് കൽക്കരി കൊണ്ടുള്ളതല്ല എന്നുള്ളത് മാറ്റിയിട്ട് നാഫ്ത കൊണ്ടാക്കി. അതാകെ ഉൽപ്പാദന ശേഷി ഏതാണ്ട് 350 മെഗാവാട്ടോ 500 മെഗാവാട്ടോ ഒക്കെ ആയി ചുരുങ്ങി. പിന്നീട് അതും പ്രവർത്തിക്കാതായി. ഇതൊന്നും പ്രവർത്തിച്ചില്ലെങ്കിലും സർക്കാർ NTPC ആയിട്ട് കരാർ ഒപ്പിട്ട കാരണം NTPC ഓരോ വർഷവും നിശ്ചിത തുക, എനിക്ക് തോന്നുന്നു 100 കോടിയിലധികം രൂപ കൊടുക്കേണ്ട വന്നു. അങ്ങനെയൊക്കെയുള്ള സ്ഥിതി വന്നു. പക്ഷേ എന്തുകൊണ്ട് ഇപ്പം ഒരു ഫ്യൂവലിന്, അതായത് നാഫ്തയ്ക്ക് വില കൂടിയെങ്കിൽ അതിന്റെ സ്ഥാനത്ത് മറ്റൊരു ഫ്യൂവൽ കൊണ്ട് എന്തുകൊണ്ട് വിഭാവനം ചെയ്തില്ല? അതല്ലെങ്കിൽ അവിടെ ഇപ്പൊ സോളാർ എനർജിയുടെ കാര്യം എടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും അധികം സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊന്ന് കർണാടകവും മറ്റൊന്ന് തമിഴ്നാടും. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജസ്ഥാൻ, 2ാം സ്ഥാനം ഗുജറാത്തിന്, 3ാം സ്ഥാനം കർണാടകയ്ക്ക്, 4ാം സ്ഥാനം തമിഴ്നാട്. കേരളമില്ല. ഇപ്പം കേരളത്തില് സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള പൊട്ടൻഷ്യൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ ഒരു ചോദ്യമാണ്. ഇപ്പം നമ്മൾ നാഷണൽ ഹൈവേ പണിയുന്നു, അതിൻ്റെ നടുക്കുള്ള മീഡിയൽ എൻ്റെ ഒരു ആശയം ചോദിക്കുകയാണ്. ചിലപ്പോൾ അത് ചിലർക്കത് പുച്ഛം തോന്നാം, എങ്കിലും ഞാൻ പറയുകയാണ്, ഈ നാഷണൽ ഹൈവേയുടെ മീഡിയനുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചാൽ കുറഞ്ഞ പക്ഷം ആ ഹൈവേ എങ്കിലും ലൈറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തുള്ളവർക്ക് ലൈറ്റ് കൊടുക്കാനോ ഈ പാനലുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമല്ലോ. കേരളത്തിൻ്റെ പല പൊതുസ്ഥലങ്ങളിലുമുള്ള ബിൽഡിങ്ങുകൾ, സർക്കാരിൻ്റെ ബിൽഡിങ്ങുകൾ, ഇപ്പം കൊച്ചി എയർപോർട്ട് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്നത് പരിസ്ഥിതി സൗഹൃദ എനർജി, ഓൾട്ടർനേറ്റീവ് എനർജി മുഖ്യമായിട്ടും പ്രവർത്തിക്കുന്നത് സോളാർ എനർജിയിലാണ്. അത് എയർപോർട്ട് പോലെ അത്ര വലിയൊരു സ്ഥാപനം. അപ്പം ഇത് അസംഭവ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇഫ് ദർ ഈസ് എ വിൽ ദർ ഇസ് എ വേ. അതുപോലെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ എല്ലാ കളക്ടറേറ്റുകളും ഉൾപ്പെടെ ഉള്ള സർക്കാരിൻ്റെ എല്ലാ ഓഫീസും സോളാർ എനർജിയിൽ നിന്നും മാത്രമേ വൈദ്യുതി സ്വീകരിക്കൂ. അവിടെ എല്ലാം തന്നെ സർക്കാരിന് നിസ്സാരമായിട്ട് സോളാർ എനർജി പാനലുകൾ സ്ഥാപിച്ച് അതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കി കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണത്തോടുകൂടി, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വരെ ഇതിന് എയ്ഡ് കൊടുക്കുന്ന ഏജൻസികളുണ്ട്. കാരണം ലോകം ഈ മറ്റു ഊർജ്ജ മേഖലകളിൽ നിന്ന് മാറിയിട്ട്, ഫോസിൽ ഫ്യൂവലുകളിൽ നിന്ന് മാറിയിട്ട് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും സീറോ എമിഷനിലേക്ക് പോവുകയാണ് നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ്. സർക്കാരും ചെയ്യാമല്ലോ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ കേരളത്തിൽ സോളാർ പവറിൽ പ്രവർത്തിച്ചാൽ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ വൈദ്യുതി ക്ഷാമത്തിന് ഒരു ചെറിയ പരിഹാരമെങ്കിലും ഉണ്ടാകും. ഇതൊക്കെ ഞാൻ പറയുന്നത്, ഞാനതാണ് ആദ്യമേ പറഞ്ഞത്, നമ്മുടെ പോളിസി വൈസ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ, അതായത് വികസനത്തിനെ കുറിച്ചുള്ള നമ്മുടെ ആശയങ്ങൾ, അവിടം തൊട്ട് ഇവിടെ പ്രതിസന്ധിയില്ല. അതായത് നമ്മുടെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. കേരളം ഈ വെറും മുദ്രാവാക്യം വിളികളും പ്രായോഗികമല്ലാത്ത ആശയങ്ങളുടെയും പിറകെ പോകാനാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ചെറുപ്പക്കാരുൾപ്പെടെയുള്ളവർക്ക് പതിറ്റാണ്ടുകളായിട്ട് താല്പര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് VS അച്യുതാനന്ദൻ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന നേതാവാണ് VS അച്യുതാനന്ദൻ. പക്ഷെ VS അച്യുതാനന്ദൻ കൂടംകുളം വൈദ്യുതി നിലയത്തിനെതിരെ സമരം ചെയ്യാൻ ഇവിടുന്ന് അവിടെ പോയിരുന്നു. ആ കൂടംകുളം വൈദ്യുതി നിലയത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഡെയിലി ഏതാണ്ട് 200 മെഗാവാട്ടോളം കേരളത്തിന് കിട്ടുന്നുണ്ടെന്നാണ്. ഇനി കേന്ദ്ര പൂളിൽ നിന്നും നമുക്ക് ഇപ്പം വൈദ്യുതി 2-3 തരത്തിലാണ് ഒരു സംസ്ഥാനത്തിന് കിട്ടുന്നത്. ഒന്ന് ആ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു, കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. രണ്ടാമത്തേത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. അത് ലോങ് ടൈം എഗ്രിമെൻ്റ് ഉണ്ട്. ഇപ്പോൾ NTPC ആയിട്ടോ മറ്റ് കമ്പനികളായിട്ടോ 20-25 വർഷത്തേക്ക് തുടർച്ചയായിട്ട് അവരിൽ നിന്ന് ഒരു ഫിക്സ്ഡ് റേറ്റ് ആയിട്ട് അങ്ങനെ എടുക്കുന്നു. പിന്നെ ഈ ഫ്ലക്ച്വേറ്റിംഗ് റേറ്റിൽ എനർജി എക്സ്ചേഞ്ചിൽ നിന്നും തൽക്കാലത്തെ ആവശ്യത്തിന് വൈദ്യുതി വാങ്ങിക്കുന്നു. അങ്ങനെയൊക്കെ പല സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഈ അതുകൂടാതെ നമ്മൾക്ക് വൈദ്യുതി കിട്ടുന്ന കേന്ദ്ര പൂളിൽ നിന്ന്, കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു വീതമുണ്ട്. അങ്ങനെ ഈ കൂടംകുളത്തിൻ്റെ വീതം ഇപ്പോൾ കേരളം കിട്ടുന്നുണ്ട്. അന്ന് കൂടംകുളം വന്നപ്പോൾ, ആണവ വൈദ്യുതി നിലയം വന്നപ്പോൾ എന്തോ ഒരു മേളമായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഡാം തുറന്നു വിട്ട്, കേരളത്തിലെ KSEBയുടെ കയ്യിലുള്ള ഡാം തുറന്നു വിട്ട
എത്ര ആൾക്കാരെയാണ് 2018-ലെ 19-ലെയൊക്കെ പ്രളയത്തിൽ കൊന്നത്? അത്രയൊന്നും ആൾക്കാർ പിന്നെ ലോകത്തൊരിടത്തും ഈ അടുത്ത കാലത്ത് ഈ പിന്നെ ന്യൂക്ലിയർ പവർ ജനറേഷൻ സെന്ററുകളിൽ ഉണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല. വളരെ 5ഉം 10ഉം പേരൊക്കെ മാത്രമേ എന്തെങ്കിലും രീതിയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഞാൻ അത് ഒരു 5-10 പേര് മരിക്കുന്നത് ഒരു കാര്യമല്ലെന്നല്ല ഞാൻ പറഞ്ഞു. നമ്മൾ എപ്പോഴും ഉദ്ധരിക്കാറുള്ള ചില കാരണം നമ്മുടെ ബുദ്ധിക്ക് എന്തോ തകരാറ് പറ്റിയിരിക്കുന്നു. 500 കേരളത്തിലെ ജലവൈദ്യുതി പദ്ധതികളുടെ ഡാം തുറന്നു വിട്ട് 500 പേര് മരിച്ചാലും പ്രശ്നമില്ല. അതിന്റെ അപകടത്തെക്കുറിച്ച് അന്നേരം നമ്മൾ പറയത്തില്ല. പക്ഷെ ഒരു ആണവ നിലയം ഉണ്ടായി, അവിടെ ഒരു ചെറിയ അപകടം ഉണ്ടായി 2 പേര് മരിച്ചാലും അത് വലിയ വാർത്തയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ പിന്നെ ആശയങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ കുത്തി നിറച്ച് അവരെ എല്ലാത്തരം ഉൽപാദനത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് ഇതിൽ അഴിമതി ഒരു കാരണമാണെന്നൂടെ ഞാൻ പറയും. കാരണം ഈ കേരളത്തിന് ഇത്ര വലിയ അളവിൽ വൈദ്യുതി വാങ്ങിക്കുന്നതിൽ ഒരുപക്ഷെ വലിയ അഴിമതി നടക്കുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ അല്ല, അതിനാണ് ഞാൻ സാധ്യത കാണുന്നത്. കാരണം ആ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ ഒരു യൂണിറ്റിന് 1 പൈസ വെച്ച് കൈക്കൂലി വാങ്ങിച്ചാൽ തന്നെ എത്ര കോടി രൂപയാണ് കിട്ടുന്നത്? ആയിരക്കണക്കിന് കോടി രൂപ 5 വർഷം കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഓരോ സർക്കാരുകൾക്കും ഇപ്പൊ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണമെന്ന് എന്തോ ഒരു ചന്ദനത്തിരിയുടെ പരസ്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കേരളത്തിലെ വൈദ്യുതി ഉൽപാദനം അട്ടിമറിക്കുന്നതിൽ ഓരോ നേതാവിനും ഓരോ കാരണവും. ചിലർക്ക് പൈസ കിട്ടാൻ, ചിലർക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് അതിന്റെ മെച്ചം കിട്ടുമായിരിക്കാം. എന്തായാലും ശരി, കേരളത്തിനെ സംബന്ധിച്ച് വല്ലാത്ത ഒരവസ്ഥയാണ്. വൈദ്യുതി തൊട്ട് നമുക്കിവിടെ ഉൽപാദനമില്ല. ഈ പിന്നെ വേനൽക്കാലം പല കാര്യങ്ങളിലും ഒരു ആത്മപരിശോധന നടത്താനും പുനർവിചിന്തനം നടത്താനും പറ്റിയ തെറ്റുകൾ തിരുത്തി സ്വയമായിട്ട് കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും എൻ്റെ ഈ ആവശ്യത്തിന് പൈസ ഉണ്ട്, അയലത്തുകാരൻ്റെ ഞാൻ വാങ്ങും. നിൻ്റെ കയ്യിൽ എത്ര നാളാ പൈസ ഇരിക്കാൻ പോകുന്നത്? നിന്റെ മക്കളും മരുമക്കളും ഒക്കെ വെളിയിലുള്ളവരൊക്കെ ഒന്നും പൈസ ഇനി അയക്കാൻ പോകുന്നില്ല. ഗൾഫിലല്ല ഇനിയുള്ളവർ പോകുന്ന യൂറോപ്പിലും അമേരിക്ക, അവിടെ നിന്നൊന്നും പൈസ ഇങ്ങോട്ട് അയക്കത്തില്ല. അവരവിടുത്തെ സിറ്റിസൺ ആവാൻ പോവാണ്. അപ്പൊ ഇത്തരം മിഥ്യാലോകത്തു നിന്നും പുറത്തു വന്ന് യാഥാർത്ഥ്യങ്ങളുടെ ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക്, അക്ഷരാർത്ഥത്തിൽ ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് ഈ വേനലും ഈ കടുത്ത വൈദ്യുതി ക്ഷാമവും നമ്മുടെ തലയിൽ ഒരു പ്രകാശം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.